Dear students, in this session we will be discussing about diffusion systems. Basic diffusion systems are open tube systems and closed tube systems. First of all, diffusion systems. The basic requirements of any diffusion systems are that which provides a means for bringing the diffusing impurity in contact with a suitably prepared slice and maintained therefore a specified time and temperature. So diffusion system main requirement എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂസ് ചെയ്യേണ്ട ഇമ്പ്യൂരിറ്റിയും സ്ലൈസസും തമ്മിൽ കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ, എന്നാലല്ലേ ഡിഫ്യൂഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, കറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ടെമ്പറേച്ചറും ടൈമും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, കറക്റ്റ് ടൈമിലാണ് ഡിഫ്യൂഷൻ നടത്തുന്നത് അല്ലേ. ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ ഡിഫ്യൂഷൻ നടത്തണം എന്നുള്ള ആ ഒരു ടൈം സ്പാനിനുള്ളിൽ തന്നെ നമ്മൾ നടത്തുകയും ചെയ്യും. അതാണ് മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. ഫോളോയിങ് അഡീഷണൽ ഫീച്ചേഴ്സ് ആർ ഓൾസോ നീഡഡ്. The diffusion process should not result in damage to the surface of the slice, and after diffusion residing on the surface of slice should be capable of after diffusion material residing on the surface of slice should be capable of easy removal when desired. This is necessary requirement if subsequent processing such as contacting or additional diffusions are needed. So diffusion process ചെയ്യാൽ സ്ലൈസിൻ്റെ സർഫസിലൊന്നും എന്തുണ്ടാവാൻ പാടില്ല, ഡാമേജ് ആവാൻ പാടില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഡിഫ്യൂഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മളെല്ലാം ഡിഫ്യൂഷനിൽ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിലിക്കൺ വേഫേഴ്സാണ്, അതിനൊന്നും ഡാമേജ് ഉണ്ടാവാൻ പാടില്ല. ആ ഡിഫ്യൂഷന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിലിക്കൺ വേപ്പറിൻ്റെ മുകളിലുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ റിമൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആഫ്റ്റർ ഡിഫ്യൂഷൻ മെറ്റീരിയൽ റിസൈഡിങ് ഓൺ ദി സർഫസ് ഓഫ് ദി സ്ലൈസ് ഷുഡ് ബി capable of easy removal when desired. This is necessary requirement in subsequent processing such as contacting or additional diffusions are needed. The system should give reproducible results from one diffusion run to the next and from slice to slice within a single run. സോ ഒരു പ്രോസസ്സ് നടത്തുമ്പോൾ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡിഫ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ദി സിസ്റ്റം ഷുഡ് ഗിവ് റീപ്രൊഡ്യൂസിബിൾ റിസൾട്ട്സ് ഫ്രം വൺ ഡിഫ്യൂഷൻ റൺ ടു ദി നെക്സ്റ്റ് ആൻഡ് ഫ്രം സ്ലൈസ് ടു സ്ലൈസ് വിത്തിൻ എ സിംഗിൾ റണ്ണ്. ദി സിസ്റ്റം ഷുഡ് ബി capable of processing a number of slices at a time, that is it should be capable of batch processing. സോ ഒന്നിൽ കൂടുതൽ വേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം ഡിഫ്യൂഷൻ നടത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. ഡിഫ്യൂഷൻ സിസ്റ്റംസ് മേ ബി ഓഫ് ഐദർ സീൽഡ് ഓർ ഓപ്പൺ ട്യൂബ് സിസ്റ്റം. അപ്പോൾ രണ്ട് ടൈപ്പ് ഡിഫ്യൂഷൻ സിസ്റ്റം ആണ്, സീൽഡ് ട്യൂബ് സിസ്റ്റം ഉണ്ട്, ഓപ്പൺ ട്യൂബ് സിസ്റ്റം ഉണ്ട്. സീൽഡ് ട്യൂബ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ ഇൻ ദിസ് സിസ്റ്റം ദി സ്ലൈസസ് ആൻഡ് ഡോപ്പൻസ് ആർ എൻക്ലോസ്ഡ് ഇൻ എ ക്ലീൻ ഇവാക്വേറ്റഡ് ക്വാർട്സ് ട്യൂബ് പ്രയർ ടു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. After diffusion, the slices are removed by breaking the tube. Systems of this type can be easily manufactured free from contamination, but the sealing and unsealing of these tubes is an inconvenience. Arsenic diffusions are sometimes made by this technique. സോ സീൽഡ് ട്യൂബ് സിസ്റ്റത്തിൻ്റെ കേസിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പൻസ് എല്ലാം എവിടെയായിരിക്കും, ഒരു ക്ലീൻ എൻക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലാണ് ഉണ്ടാവുക. അത് മിക്കവാറും ക്വാർട്സ് ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലീനായി എൻക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ലൈസസ് സിലിക്കൺ വേഫേഴ്സ് വെക്കുന്നത്, അതിലാണ് നമ്മളിന്ന് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്, അത് കണ്ടാമിനേഷനൊന്നും ഉണ്ടാവില്ല കാരണം സീൽഡ് ട്യൂബിലായതുകൊണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സിലിക്കൺ വേഫേഴ്സിനെ ട്യൂബിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണമെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സിലിക്കൺ വേഫേഴ്സിന് ചിലപ്പം ഡാമേജ് പറ്റാം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ ട്യൂബ് സിസ്റ്റംസ്. The open tube method is favored for practical diffusion systems. Here the slices are placed in a clean horizontal diffusion tube made of high purity fused quartz. The separated diffusion furnace or diffusion tube and slice carrier are reserved for each impurity because they are contaminated with it during the process. Insertion is done from one end of the tube where the other end is set for the flow of the gases or impurities in vapor form. This method is capable of handling a number of slices at one time and is more convenient than the sealed tube system. So open tube system എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടാണ്, അതായത് ലാസ്റ്റ് നമ്മൾ സ്ലൈസസിന് എടുക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല.
അപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നടക്കുന്നത്. പക്ഷേ ഓപ്പൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ അല്ല. ഓപ്പൺ ട്യൂബ് മെത്തേഡിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഈ സ്ലൈസസിനെ ക്യാരി ചെയ്യാൻ ഒരു ട്യൂബ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് വേറൊരു ട്യൂബിലാണ്, അല്ലെങ്കിൽ ഒരു ഫർണസിലാണ് ഉണ്ടാവുക അല്ലേ. ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിലാണ് ഡിഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഓപ്പൺ ട്യൂബ് മെത്തേഡിൽ എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഡിഫ്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കൺ വേപ്പേഴ്സ് അല്ലെങ്കിൽ സ്ലൈസസ് എന്ന് വെച്ചാൽ ഒരു ക്ലീൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്യൂഷൻ ട്യൂബ് ലാണ് വെക്കുന്നത്. ആ ഡിഫ്യൂഷൻ ട്യൂബ് ക്വാർട്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ലൈസസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്വാർട്സ് ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ആ ട്യൂബിൻ്റെ ഉള്ളിൽ തന്നെ നേരത്തെയും എന്ത് പറഞ്ഞിരിക്കുന്നത് ഡിഫ്യൂസീവ് ഡോപ്പൻ്റ് ഗ്യാസും വെച്ചിരുന്നു. പക്ഷേ ഇതിലെ കേസിലാണെങ്കിൽ ഡിഫ്യൂസ് ചെയ്യേണ്ട ഡോപ്പൻ്റ് ഗ്യാസ് എന്ന സെപ്പറേറ്റ് ഡിഫ്യൂഷൻ ഫർണസിലാണ് ഉണ്ടായിരിക്കുക. A separate diffusion furnace or diffusion tube and a slice carrier are reserved for each impurity because they are contaminated with it during the process. അപ്പോൾ നമ്മൾ ഡിഫ്യൂസ് ചെയ്യേണ്ട ഡോപ്പൻറ്റിലേക്ക് ഈ ഒരു കാരിയറായി സ്ലൈസസിനെ ക്യാരി ചെയ്യുന്ന ട്യൂബിനെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഡിഫ്യൂഷൻ നടന്നതിന് ശേഷമുള്ള റെസിജ്വൽ ഗ്യാസും ഒക്കെ എന്താണ് അതിൻ്റെ മറ്റേ എൻഡിലൂടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പൺ ട്യൂബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരേ ടൈമിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്ലൈസസിന് ഡിഫ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇൻസേർഷൻ ഈസ് ഡൺ ഫ്രം വൺ എൻഡ് ഓഫ് ദി ട്യൂബ് വേറാസ് ദി അതർ എൻഡ് ഈസ് സെറ്റ് ഫോർ ദി ഫ്ലോ ഓഫ് ദി ഗ്യാസസ് ഓർ ഇമ്പ്യൂരിറ്റീസ് ഇൻ വേപ്പർ ഫോം. ദിസ് മെത്തേഡ് ഈസ് capable of handling a number of slices at one time and is more convenient than the sealed tube system. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഓർത്ത് വെക്കേണ്ടത്. Slices are placed in a clean horizontal diffusion tube and a separate diffusion furnace or diffusion tube and a slice carrier are reserved for each impurity because they are contaminated with it during the process. അപ്പോൾ സ്ലൈസസ് ക്യാരി ചെയ്യാൻ വേറെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസ് ഒരു ഫർണസിലാണ് ഉണ്ടാവുക, കാരണം ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ ഓപ്പറേഷൻ നടത്താനുള്ളത് കൊണ്ട്. ഓക്കെ, next is the process of inserting slices into the diffusion tube as well as the removal results in thermal gradients. They can cause crystal damage in the form of dislocation and slip. One approach to allocate them is to insert and remove the slice carrier in a slow controlled manner using a mechanical puller. Modern diffusion furnaces use programmed controller to perform this ramp up and ramp down functions at the end of the diffusion. സോ നമ്മളിപ്പോൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ഓപ്പൺ ട്യൂബ് സിസ്റ്റത്തിൻ്റെ കേസിൽ പറഞ്ഞാൽ സ്ലൈസസ് ഉണ്ടാവും, അതായത് സിലിക്കൺ വേഫേഴ്സ് ഒരു കാരിയറിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഈ ഫർണസിലേക്ക് എത്തിക്കുന്നത് പോലെ തന്നെ ഡിഫ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത് ടിഡിയസ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ പുള്ളറൊക്കെ ഉണ്ടായിരിക്കും. ദി പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് സ്ലൈസസ് ഇൻ ടു എ ഡിഫ്യൂഷൻ ട്യൂബ് ആസ് വെൽ ആസ് ദ റിമൂവൽ റിസൾട്ട്സ് ഇൻ തെർമൽ ഗ്രേഡിയൻസ്. അപ്പോൾ നമ്മളങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് ക്രിസ്റ്റൽ ഡാമേജിന് കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ പുള്ളർ യൂസ് ചെയ്യാം. അത് മെക്കാനിക്കലി അത് സ്ലൈസസിനെ ഫർണസിലേക്ക് മൂവ് ചെയ്യും, ഡിഫ്യൂസ് ചെയ്യേണ്ട ഏരിയയിലേക്ക് മൂവ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചെടുക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. So modern diffusion furnaces use a programmed controller to perform this ramp up and ramp down functions at the end of diffusion. Next is choice of source. The end goal is to achieve doping uniformly across the surface area, consistency from the front to the rear of multiple slices. One approach is to being a large amount of impurity or an impurity bearing compound in contact with the slice by means of vapor phase transport. So നെക്സ്റ്റ് എന്ന് പറയുന്നത് വെച്ചാൽ ചോയ്സ് ഓഫ് ദി സോഴ്സ് വെച്ചിട്ട് ഡിഫ്യൂഷനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ എന്തിനാണ് നടത്തുന്നത്, ഒരു പെർട്ടിക്കുലർ സിലിക്കൺ സർഫസിന് ഡോപ്പൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫ്യൂഷൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് യൂണിഫോമായിട്ട് സർഫസിൽ നമുക്കിപ്പോൾ സോഴ്സും ഡ്രെയിനും ഒരു മോസ്ഫെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ സോഴ്സും ഡ്രെയിനും യൂണിഫോം ആയിട്ടുള്ള ഡോപ്പിംഗ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് മെയിൻ ഇത് എന്ന് പറയുന്നത് എയിം എന്ന് പറയുന്നത് യൂണിഫോം ഡോപ്പിംഗ് ആയിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിഫ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ യൂണിഫോം ഡോപ്പിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, എത്ര സ്ലൈസസ് എടുത്തു കഴിഞ്ഞാൽ അതിന് യൂണിഫോം ഡോപ്പിംഗ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ്. അപ്പോൾ വൺ അപ്രോച്ച് ഈസ് ടു ബീയിങ് എ ലാർജ് എമൗണ്ട് ഓഫ് ഇമ്പ്യൂരിറ്റി ഓർ എൻ ഇമ്പ്യൂരിറ്റി ബിയറിംഗ് കോമ്പൗണ്ട് ഇൻ കോൺടാക്ട് വിത്ത് സ്ലൈസ് ബൈ മീൻസ് ഓഫ് വേപ്പർ ഫേസ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് അങ്ങനെ യൂണിഫോമായിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ
അപ്പോൾ ഡിഫറെൻറ്റ് സോസസും യൂസ് ചെയ്യുന്നുണ്ട് ഡോപ്പൻ്റായിട്ട്. അപ്പോൾ സോളിഡ് സോസ് ടെക്നിക്ക് ഉണ്ട്, ലിക്വിഡ് സോസ് ടെക്നിക്ക് ഉണ്ട്, ഗ്യാസസ് സോസ് ടെക്നിക്കും ഉണ്ട്. അപ്പോൾ സോളിഡ് സോസ് ടെക്നിക്ക് ആണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സോളിഡ് സോസ് ടെക്നിക്കിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കരിയർ ഗ്യാസ് ഇൻലെറ്റായിട്ട് കൊടുക്കുന്ന വാൽവ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലൈസസ് ഒരു ക്വാർട്സ് ഡിഫ്യൂഷൻ ട്യൂബിൽ വെച്ചിരിക്കുന്നത് കാണാം. അത് പ്ലാറ്റിനം ബോട്ട് സോസ് ഉണ്ടാവും, അത് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പ്ലാറ്റിനം സോസ് ബോട്ട് എന്ന് പറയുന്നത് അത് നമുക്ക് ഹൈ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡയഗ്രാം. Figure shows a sketch of the diffusion systems in which a platinum boat is used to hold a solid source of the dopant species upstream from the carrier with the semiconductor wafers. In operation, the carrier gas transports wafer from this and deposits them on the semiconductor slices. The source board and slices can be maintained at the same temperature according to the need for a two-zone furnace. Okay, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഡിഫ്യൂഷൻ സിസ്റ്റത്തിൻ്റെ സ്കെച്ചാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാറ്റിനം ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ്, സോളിഡ് സോഴ്സ് ഓഫ് ദി ഡോപ്പൻ്റ് സ്പീഷീസിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോപ്പൻ്റ് ഏതാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ സോളിഡ് നേച്ചറായിട്ടുള്ള സോഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാറ്റിനം ബോട്ട് യൂസ് ചെയ്യുന്നത്. അതിന് അവിടെ നിന്ന് ഹീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ പ്ലാറ്റിനം ബോട്ട് ഈസ് യൂസ് ടു ഹോൾഡ് എ സോളിഡ് സോഴ്സ് ഓഫ് ഡോപ്പൻ്റ് സ്പീഷീസ് upstream from the carrier with the semiconductor wafer. In operation, the carrier gas transport vapor from this and deposits them on the semiconductor slices. The source board and slices can be maintained at the same temperature according to the need for the two-zone furnaces. So ഇവിടെ ഒരു പ്ലാറ്റിനം സോഴ്സ് ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈസസ് ഉണ്ട്. സ്ലൈസസ് എന്നത് സിലിക്കൺ വേഫറാണ്, അതുകൊണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കരിയർ ഗ്യാസ് വേറെ നമ്മളിതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കരിയർ ഗ്യാസും ഉണ്ട്, അതുപോലെ തന്നെ ഇതിനെ ഹീറ്റിങ്ങും ചെയ്യും. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഈ രണ്ട്, അതായത് പ്ലാറ്റിനം സോഴ്സ് ബോട്ട്, അതായത് ഡോപ്പൻറ്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലാറ്റിനം സോഴ്സ് ബോട്ടും അതുപോലെ തന്നെ സ്ലൈസസും സെയിം ടെമ്പറേച്ചറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെ ഹീറ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടി ഈ ഒരു ട്യൂബിലുണ്ടാവും, കാർഡ്സ് ഡിഫ്യൂഷൻ ട്യൂബിലുണ്ടാവും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് സോഴ്സ് ടെക്നിക്കിലാണ് സോളിഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ഡോപ്പൻ്റ് എലമെൻറ്റ് ഉണ്ടായിരിക്കും, ഡോപ്പേണ്ട സ്പീഷീസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇസ് ലിക്വിഡ് സോഴ്സ്. ഹിയർ ദി കരിയർ ഗ്യാസ് ഈസ് ബബിൾഡ് ത്രൂ ദി ലിക്വിഡ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ വേപ്പർ ഫോം to the surface of the slices. We have to saturate this gas with the vapor so that the concentration is relatively independent of the gas flow. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ, സെക്കൻഡ് കേസിലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം നോക്കാൻ പറ്റും. ഇവിടെ ഒരു കരിയർ ഗ്യാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലിക്വിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. കരിയർ ഗ്യാസ് ലിക്വിഡ് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട്, ലിക്വിഡ് സോഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് സോഴ്സ് ഉണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഭാഗം, ആ ലിക്വിഡ് സോഴ്സിന് എന്തൊരു ടെമ്പറേച്ചർ കൺട്രോൾഡ് ആവാൻ വേണ്ടിയിട്ടൊരു ലിക്വിഡിൽ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലിക്വിഡ് എന്ന് പറയുന്നത്, ലിക്വിഡ് സോഴ്സ് എന്ന് പറയുന്നത് കരിയർ ഗ്യാസും കൊടുക്കുന്ന ലിക്വിഡ് സോഴ്സും എന്തിലൂടെ തന്നെ വരുന്നത്, ഈ വാൽവ്സിലൂടെ തന്നെ എന്തിലേക്ക് വരുന്നുണ്ട്, ഈ ഒരു ക്വാർട്സ് ഡിഫ്യൂഷൻ ട്യൂബിലേക്ക് വരുന്നുണ്ട്. ആ ക്വാർട്സ് ഡിഫ്യൂഷൻ ട്യൂബിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡോപ്പൻ്റ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഈ ലിക്വിഡ് സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ഡോപ്പൻ്റാണ്, നമ്മൾ ഡിഫ്യൂസ് ചെയ്യേണ്ട ഡോപ്പൻ്റാണ്. അപ്പോൾ ആ ഡോപ്പൻറ്റിൻ്റെ ഗ്യാസ് ഫോമിലായിട്ട് എന്ത് വരും, ലിക്വിഡ് പിന്നെ വാൽവ്സ് ഓപ്പൺ ചെയ്തിട്ട് ഗ്യാസ് ഫോമിലായിട്ട് ഈ ഒരു ക്വാർട്സ് ഡിഫ്യൂഷൻ ട്യൂബിലേക്ക് വന്നിട്ട് ഈ വേപ്പേഴ്സിനുള്ളിൽ ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റെസിജ്വൽ ഗ്യാസ് വെൻറ്റിലേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്, വെൻറ്റിലേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിക്വിഡ് സോഴ്സിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ്, ഹിയർ ദി കരിയർ ഗ്യാസ് ഈസ് ബബിൾഡ് ത്രൂ ദി ലിക്വിഡ് വിച്ച് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ വേപ്പർ ഫോം ടു ദി സർഫസ് ഓഫ് ദി സ്ലൈസസ്. അപ്പോൾ കരിയർ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കരിയർ ഗ്യാസ് ഏതിലൂടെ തന്നെ പോകുന്നുണ്ട്, ഈ ലിക്വിഡ് സോഴ്സിലൂടെ തന്നെ പോകുന്നുണ്ട്. ലിക്വിഡ് സോഴ്സ് പിന്നെ എന്തായിട്ട് മാറുകയാണ്, വേപ്പറായിട്ട് മാറിയിട്ട് ആ വേപ്പറിൽ എന്തുണ്ടായിരിക്കും, ഡിഫ്യൂസ് ചെയ്യേണ്ട എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡോപ്പൻസ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിൻ്റെ പ്രസൻസിൽ ഈ സിലിക്കൺ വേപ്പേഴ്സിൽ ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഗ്യാഷ്യസ് സോഴ്സ്. ഗ്യാഷ്യസ് സോഴ്സ് ആർ മോർ കൺവീനിയൻറ്റ് ദാൻ ലിക്വിഡ് വൺ. ആൻഡ് ഫിഗർ ഷോസ് ടിപ്പിക്കൽ ഡിഫ്യൂഷൻ സിസ്റ്റംസ് യൂസിങ് എ ഗ്യാഷ്യസ് ഡോപ്പൻ്റ് സോഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, ഡോപ്പൻ്റ് ഗ്യാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പിന്നെ കരിയർ ഗ്യാസും ഉണ്ട്.
പിന്നെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടാങ്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വാൽവ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്വാർട്സ് ഡിഫ്യൂഷൻ ട്യൂബിലാണ് എന്തുണ്ടായിരിക്കുന്നത്, സ്ലൈസസ് അല്ലെങ്കിൽ സിലിക്കൺ വേപ്പേഴ്സ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഫിഗർ ഷോസ് എ ടിപ്പിക്കൽ ഡിഫ്യൂഷൻ സിസ്റ്റം യൂസിങ് എ ഗ്യാഷ്യസ് ടോപ്പ് ആൻഡ് സോഴ്സ്. അപ്പോൾ ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ടോപ്പ് ആൻഡ് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്. അതിവിടെ കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പ് ആൻഡ് ഗ്യാസ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഗ്യാഷ്യസ് സോസിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ഡിഫ്യൂഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സോസ് വെച്ചിട്ടുള്ള ഗ്യാഷ്യസ് സോസ് വെച്ചിട്ടുണ്ട്, ലിക്വിഡ് സോസ് വെച്ചിട്ടുണ്ട്, സോളിഡ് സോസും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ ഫിഗറൊക്കെ നോക്കുക. നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ KTU നോട്ട്സിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.